വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മറൈൻ ഇൻഷുറൻസ് ആൻഡ് അതർ ഇൻഷുറൻസസിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലൈഫ് ഇൻഷുറൻസും ഫയർ ഇൻഷുറൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് മറൈൻ ഇൻഷുറൻസ് ആൻഡ് അതർ ജനറൽ ഇൻഷുറൻസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് നോക്കാം. മറൈൻ ഇൻഷുറൻസ്, സമുദ്ര ഇൻഷുറൻസ്. മറൈൻ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ലോസ് ബൈ മറൈൻ പെറിൽസ് ഓർ പെറിൽസ് ഓഫ് ദി സീ. കടൽ യാത്രയിൽ നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത തുക വരെ നഷ്ടപരിഹാരം നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന കരാറിനെയാണ് മറൈൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് മറൈൻ പെറിൽസ് ആർ കൊല്യൂഷൻ ഓഫ് ഷിപ്പ് വിത്ത് ദി റോക്ക്, കപ്പൽ പാറയുമായി കൂട്ടിയിടിക്കുന്നു. ഷിപ്പ് അറ്റാക്ക്ഡ് ബൈ ദി എനിമീസ്, കപ്പലിനെതിരെ ശത്രു ആക്രമണം ഉണ്ടാവുന്നു. ഫയർ, അഗ്നിബാധ. ക്യാപ്ചേർഡ് ബൈ പൈറേറ്റ്സ്, കടൽ കൊള്ള. വിൻഡ്, കൊടുങ്കാറ്റ്. സാധാരണയായിട്ട് ഇത്രയും കാരണങ്ങളാണ് മറൈൻ ഇൻഷുറൻസിൽ കവർ ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ്, മറൈൻ ഇൻഷുറൻസ് ഇൻഷുവേഴ്സ് ഷിപ്പ് ഓർ ഹൾ, കാർഗോ ആൻഡ് ഫ്രൈറ്റ്. മറൈൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഷിപ്പ് മാത്രം നമുക്ക് ഇൻഷുർ ചെയ്യാം, അല്ലെങ്കിൽ കാർഗോ മാത്രം ഇൻഷുർ ചെയ്യാം, അല്ലെങ്കിൽ ഫ്രൈറ്റ് ഇൻഷുർ ചെയ്യാം. അതിൽ നമുക്ക് ഫസ്റ്റ് നോക്കാം ഷിപ്പ് അല്ലെങ്കിൽ ഹൾ ഇൻഷുറൻസ്. ഷിപ്പ് ഓർ ഹൾ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ഇവിടെ ഷിപ്പിന് വല്ല ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കും. അത്ര മാത്രമേ കോൺട്രാക്റ്റിൽ പറയുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ കപ്പലിനുണ്ടാകുന്ന നഷ്ടത്തിന് കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അതിനെയാണ് ഷിപ്പ് ഓർ ഹൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത് വരുന്നത് കാർഗോ ഇൻഷുറൻസ്. കാർഗോ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ കപ്പലിൽ ഉള്ള ചരക്കിനാണ് നമ്മൾ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ അതിന് നമുക്ക് കാർഗോ ഇൻഷുറൻസ് എന്ന് പറയാം. അപ്പോൾ കാർഗോ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ കപ്പലിലെ ചരക്കിന് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ കോമ്പൻസേഷനാണ് ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യുക. ഇനി ഫ്രൈറ്റ് ഇൻഷുറൻസ്. ഫ്രൈറ്റ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഷിപ്പ് ഡെസ്റ്റിനേഷൻ പ്ലേസിൽ എത്തുന്നില്ല എങ്കിൽ ഷിപ്പിംഗ് കമ്പനിക്ക് അതിൻ്റെ ഫ്രൈറ്റ് കിട്ടില്ല, ചരക്ക് കൂലി കിട്ടില്ല. അപ്പോൾ അങ്ങനെ ചരക്ക് കൂലി കിട്ടാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിന് കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അതിനെയാണ് ഫ്രൈറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മെയിൻ എലമെൻറ്റ്സ് ഓഫ് എ മറൈൻ ഇൻഷുറൻസ് കോൺട്രാക്ട്. ഫസ്റ്റ്, കോൺട്രാക്ട് ഓഫ് മറൈൻ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആണ്. എത്ര രൂപയുടെ നഷ്ടമാണോ സംഭവിച്ചത് അത്രയും രൂപ മാത്രമേ ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യും. അതിൽ കൂടുതൽ എമൗണ്ട്, പോളിസി എമൗണ്ട് മുഴുവനായിട്ടും ഒരു കാരണവശാലും പേ ചെയ്യില്ല. നെക്സ്റ്റ്, കോൺട്രാക്ട് ഓഫ് മറൈൻ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. പരമമായ ഉത്തമ വിശ്വാസത്തിലുള്ള ഒരു കരാറായിരിക്കണം ഇത്. ഇൻഷുറൻസ് എടുക്കുന്നവരും ഇൻഷുറൻസ് കമ്പനിയും പരസ്പരം എല്ലാ വിവരങ്ങളും ഷെയർ ചെയ്തിരിക്കണം. തേർഡ്, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് മസ്റ്റ് എക്സിസ്റ്റ് അറ്റ് ദി ടൈം ഓഫ് ലോസ് ബട്ട് നോട്ട് നെസസറിലി അറ്റ് ദി ടൈം ഓഫ് പോളിസി വാസ് ടേക്കൺ. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഇല്ല എങ്കിലും അത് ലോസ് സംഭവിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ലോസ് സംഭവിക്കുന്ന സമയത്ത് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യൂ. ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അതിൻ്റെ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷേ ലോസ് സംഭവിക്കുന്ന സമയത്ത് ഇൻഷുറൻസ് എടുത്ത വ്യക്തിക്ക് ആ ഒരു പ്രോപ്പർട്ടിയുടെ മുകളിൽ അല്ലെങ്കിൽ ആ ഷിപ്പിൻ്റെ മുകളിലോ കാർഗോയുടെ മുകളിലോ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ദി പ്രിൻസിപ്പിൾ ഓഫ് കോസ പ്രോക്സിമ ഓർ പ്രോക്സിമേറ്റ് കോസ് വിൽ അപ്ലൈ ടു ഇറ്റ്. കോസ പ്രോക്സിമ അല്ലെങ്കിൽ പ്രോക്സിമേറ്റ് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസിയിൽ പ്രതിപാദിച്ചിട്ടുള്ള സമീപസ്ഥ കാരണം മൂലം വസ്തുവിന് നഷ്ടം സംഭവിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം കൊടുക്കുകയുള്ളൂ. അല്ല എങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കില്ല. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് നഷ്ടം സംഭവിക്കാം സമുദ്ര യാത്രയിൽ. അപ്പം അങ്ങനെ സമുദ്രയാത്രയിൽ സംഭവിക്കുന്ന എല്ലാ റീസൺസ് കൊണ്ടും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ലോസ് പേ ചെയ്യില്ല. നഷ്ടത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാരണം എന്താണോ ആ കാരണം ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് കമ്പനി അവിടെ
കോമ്പൻസേഷൻ പേ ചെയ്യുകയുള്ളൂ. ഇനി നമുക്ക് നോക്കാം ഡിഫറൻസസ് ബിറ്റ്വീൻ ലൈഫ്, ഫയർ ആൻഡ് മറൈൻ ഇൻഷുറൻസ്. ഈ 3 തരത്തിലുള്ള ഇൻഷുറൻസുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. ഫസ്റ്റ്, സബ്ജക്റ്റ് മാറ്റർ. ലൈഫ് ഇൻഷുറൻസ് സംബന്ധിച്ചിടത്തോളം ഇൻഷുർ ചെയ്യുന്നത് ഹ്യൂമൻ ലൈഫാണ്. ഫയർ ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം എനി ഫിസിക്കൽ പ്രോപ്പർട്ടി. മറൈൻ ഇൻഷുറൻസ് ആണെങ്കിൽ ഷിപ്പ്, കാർഗോ ഓർ ഫ്രൈറ്റ്. എലമെൻറ്റ്. ലൈഫ് ഇൻഷുറൻസ് സംബന്ധിച്ചിടത്തോളം ഇറ്റ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതൊരു പ്രൊട്ടക്ഷനുമാണ്, അറ്റ് ദി സെയിം ടൈം ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമാണ്. കാരണം ലൈഫ് ഇൻഷുറൻസ് സംബന്ധിച്ചിടത്തോളം പോളിസി എമൗണ്ട് എന്തായാലും നമുക്ക് കിട്ടും. ഒന്നുകിൽ അയാളുടെ മരണശേഷം, അല്ല എങ്കിൽ ഒരു സർട്ടൻ പീരീഡിന് ശേഷം ആ എമൗണ്ട് എന്തായാലും നമുക്ക് തിരിച്ചു കിട്ടും, പോളിസി എമൗണ്ട്. പക്ഷേ ഫയർ ഇൻഷുറൻസ് സംബന്ധിച്ചിടത്തോളം ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലി പ്രൊട്ടക്ഷൻ, നോട്ട് ആസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഫയർ ഇൻഷുറൻസിൻ്റെ കേസിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു, നമുക്ക് ലോസ് ബൈ ഫയർ ഉണ്ടെങ്കിൽ മാത്രം. അത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് പ്രവർത്തിക്കുന്നില്ല. കാരണം ഒരു കാരണവശാലും പോളിസി എമൗണ്ട് നമുക്ക് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റില്ല. നഷ്ടം ഉണ്ടെങ്കിൽ ആ നഷ്ടം നികത്തിത്തരും എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് മറൈൻ ഇൻഷുറൻസ്, ഓൺലി പ്രൊട്ടക്ഷൻ, നോട്ട് ആസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ പോളിസി എമൗണ്ട് നമുക്ക് തിരികെ കിട്ടും എന്നുള്ള യാതൊരു ഉറപ്പും ഫയർ ഇൻഷുറൻസിലോ മറൈൻ ഇൻഷുറൻസിലോ ഇല്ല. നമുക്ക് നഷ്ടം വന്നെങ്കിൽ ആ നഷ്ടം നികത്തിത്തരും, കോമ്പൻസേറ്റ് ചെയ്ത് തരും എന്നല്ലാതെ പോളിസി എമൗണ്ട് പൂർണ്ണമായിട്ടും ലഭിക്കുമെന്ന് യാതൊരു ഉറപ്പും ഇതിനകത്ത് ഇല്ല. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. ലൈഫ് ഇൻഷുറൻസ് സംബന്ധിച്ചിടത്തോളം മസ്റ്റ് ബി പ്രസൻറ്റ് അറ്റ് ദി ടൈം ഓഫ് ടേക്കിംഗ് ദി പോളിസി ബട്ട് നോട്ട് നെസസറിലി അറ്റ് ദി ടൈം ഓഫ് ക്ലെയിം. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു പോളിസി എടുക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കണം, പക്ഷേ ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ഫയർ ഇൻഷുറൻസിൻ്റെ കേസിൽ മസ്റ്റ് ബി പ്രസൻറ്റ് ബോത്ത് അറ്റ് ദി ടൈം ഓഫ് ടേക്കിംഗ് ദി പോളിസി ആസ് വെൽ ആസ് അറ്റ് ദി ടൈം ഓഫ് ക്ലെയിം. പോളിസി എടുക്കുന്ന സമയത്തും ക്ലെയിം ചെയ്യുന്ന സമയത്തും, പോളിസി എമൗണ്ട് ക്ലെയിം ചെയ്യുന്ന സമയത്തും, രണ്ട് സമയത്തും ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. മറൈൻ ഇൻഷുറൻസ് സംബന്ധിച്ചിടത്തോളം മസ്റ്റ് ബി പ്രസൻറ്റ് അറ്റ് ദി ടൈം ഓഫ് ക്ലെയിം ബട്ട് നോട്ട് നെസസറിലി അറ്റ് ദി ടൈം ഓഫ് ടേക്കിംഗ് ദി പോളിസി. ക്ലെയിം ചെയ്യുന്ന സമയത്ത്, പോളിസി എമൗണ്ട് ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. പക്ഷെ പോളിസി എടുക്കുന്ന സമയത്ത് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് വേണം എന്ന് നിർബന്ധമില്ല. നെക്സ്റ്റ്, ഡ്യൂറേഷൻ. ലൈഫ് ഇൻഷുറൻസ് സാധാരണ ലോങ്ങർ ഡ്യൂറേഷനാണ്. ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത് യൂഷ്വലി ഡസ് നോട്ട് എക്സീഡ് എ ഇയർ. സാധാരണയായിട്ട് 1 വർഷത്തേക്കോ മറ്റോ ആണ് ഫയർ ഇൻഷുറൻസ് എടുക്കുക. മറൈൻ ഇൻഷുറൻസ് സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ഒരു പർട്ടിക്കുലർ വോയേജിനായിരിക്കും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡിനായിരിക്കും മറൈൻ ഇൻഷുറൻസ് എടുക്കുന്നത്. നെക്സ്റ്റ്, ഇൻഡെംനിറ്റി. ലൈഫ് ഇൻഷുറൻസ് സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസിൽ അപ്ലിക്കബിൾ അല്ല. കാരണം ഒരാൾക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എത്ര രൂപയുടെ ലോസാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് തന്നെ പോളിസി എമൗണ്ട് പൂർണ്ണമായിട്ടും അവിടെ പേ ചെയ്യും. പക്ഷേ ഫയർ ഇൻഷുറൻസോ മറൈൻ ഇൻഷുറൻസോ ആണെങ്കിൽ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി സ്ട്രിക്ട്ലി അപ്ലിക്കബിൾ ആണ്. എത്ര രൂപയുടെ ലോസ് ആണോ സംഭവിച്ചത് അത്രയും രൂപ മാത്രമേ കോമ്പൻസേറ്റ് ചെയ്യും. ഒരു കാരണവശാലും പോളിസി എമൗണ്ട് പൂർണ്ണമായിട്ടും അവിടെ പേ ചെയ്യില്ല. നെക്സ്റ്റ്, ലോസ് മെഷറബിൾ. ലൈഫ് ഇൻഷുറൻസ് സംബന്ധിച്ചിടത്തോളം എത്ര രൂപയുടെ ലോസ് ആണ് സംഭവിച്ചത് എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് മെഷറബിൾ. ഫയർ ഇൻഷുറൻസോ മറൈൻ ഇൻഷുറൻസ് ആണെങ്കിൽ ലോസ് എത്ര രൂപയാണ് സംഭവിച്ചത് എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. സറണ്ടർ വാല്യൂ. സറണ്ടർ വാല്യൂ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് പ്രീമിയം കൊടുത്തുകൊണ്ടിരിക്കണം. കുറച്ചു കാലം പ്രീമിയം കൊടുത്തതിന് ശേഷം നമ്മൾ ആ പോളിസി ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ സാധാരണ കേസിൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ ഇൻഷുറൻസ് കമ്പനി ചെറിയൊരു എമൗണ്ട് തിരികെ നൽകും. അങ്ങനെ കാലാവധി എത്തുന്നതിന് മുന്നേ ഈ ഇൻഷുറൻസ് കോൺട്രാക്റ്റ് ഇൻഷുറൻസ് എടുത്ത വ്യക്തി ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി എത്ര രൂപയാണോ ആ സമയത്ത് നമുക്ക് തിരിച്ചു തരിക, ആ എമൗണ്ടിനാണ് പറയുന്നത് സറണ്ടർ വാല്യൂ എന്ന് പറയുന്നത്. ലൈഫ് ഇൻഷുറൻസ് സംബന്ധിച്ചിടത്തോളം നമ്മൾ അടച്ചിരിക്കുന്ന പ്രീമിയത്തിൽ ഒരു ചെറിയൊരു എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി നമുക്ക് തിരിച്ചു തരും. അതുകൊണ്ട് തന്നെ സറണ്ടർ വാല്യൂ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഫയർ ഇൻഷുറൻസോ മറൈൻ ഇൻഷുറൻസ് ആണെങ്കിൽ സറണ്ടർ വാല്യൂ ഒന്നും തന്നെ ഇല്ല. നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രീമിയം എന്ന് പറയുന്നത് അത് നഷ്ടം തന്നെയാണ്. അതൊരു കാരണവശാലും പിന്നീട് തിരിച്ചു തരില്ല.
നെക്സ്റ്റ് പോളിസി എമൗണ്ട്. എനി എമൗണ്ട് ഇൻ ലൈഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് സംബന്ധിച്ചിടത്തോളം എത്ര എമൗണ്ടിന് വേണമെങ്കിലും നമുക്ക് പോളിസി എടുക്കാം. ഫയർ ഇൻഷുറൻസ് സംബന്ധിച്ചിടത്തോളം കനോട്ട് ബി മോർ ദാൻ ദി വാല്യൂ ഓഫ് ദി പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടിയുടെ വില, ഏത് പ്രോപ്പർട്ടിയാണോ നമ്മൾ ഇൻഷുർ ചെയ്യുന്നത് ആ പ്രോപ്പർട്ടിയുടെ വില എത്രയാണോ അത്ര വരെ ഉള്ള പോളിസി മാത്രമേ നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. മറൈൻ ഇൻഷുറൻസ് ആണെങ്കിൽ കനോട്ട് ബി മോർ ദാൻ ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ദി പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടിയുടെ മാർക്കറ്റ് വാല്യൂ എത്രയാണോ അതിൽ കൂടുതൽ എമൗണ്ടിൻ്റെ പോളിസി എടുക്കാൻ വേണ്ടി മറൈൻ ഇൻഷുറൻസിന് സാധിക്കില്ല. നെക്സ്റ്റ് കണ്ടിൻജൻസി ഓഫ് റിസ്ക്. ലൈഫ് ഇൻഷുറൻസ് സംബന്ധിച്ചിടത്തോളം സേർട്ടൺ ആണ്. ഡെത്ത് അല്ലെങ്കിൽ മെച്യൂരിറ്റി ടൈമിൽ ആ പോളിസി എമൗണ്ടും പൂർണ്ണമായിട്ട് നമുക്ക് തിരികെ നൽകും. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ്. കാരണം എന്തായാലും നമുക്ക് ആ പൈസ കിട്ടും. ഒന്നുകിൽ മരണശേഷം അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം ആ പോളിസി എമൗണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കും. ഫയർ ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം അൺസേർട്ടൺ ആണ്. ചിലപ്പോൾ ക്ലെയിം ഉണ്ടാകാം, ചിലപ്പോൾ ക്ലെയിം ഉണ്ടാവില്ല. ലോസ് ബൈ ഫയർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ക്ലെയിം നമുക്ക് ലഭിക്കുകയുള്ളൂ, അല്ല എങ്കിൽ നമുക്ക് കിട്ടില്ല. മറൈൻ ഇൻഷുറൻസിൻ്റെ കേസിലും അതുപോലെ തന്നെ അൺസേർട്ടൺ ആണ്. ക്ലെയിം ഉണ്ടാവണമെന്നില്ല. എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ മാത്രം ഇൻഷുറൻസ് കമ്പനി ആ ലോസ് കോമ്പൻസേറ്റ് ചെയ്യും, അല്ല എങ്കിൽ യാതൊരു പൈസയും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ലഭിക്കില്ല. ഇനി നമുക്ക് നോക്കാം ജനറൽ ഇൻഷുറൻസ്, അതർ ഇൻഷുറൻസസ്. മറ്റുള്ള ഇൻഷുറൻസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ മെഡിക്ലെയിം പോളിസീസ്. നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാലോ നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഞ്ചുറീസോ വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ്. വെഹിക്കിൾ ആക്സിഡൻറ്റ്സ്, തേർഡ് പാർട്ടി ലോസ്. നമ്മൾ വെഹിക്കിൾ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെഹിക്കിൾ ഓടിക്കുന്ന സമയത്ത് ആക്സിഡൻറ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ, ആർക്കെങ്കിലും മറ്റൊരാൾക്ക് വെഹിക്കിൾ തട്ടി അവർക്ക് എന്തെങ്കിലും ഇഞ്ചുറീസോ അല്ലെങ്കിൽ ഡെത്തോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ പൈസ കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും. നെക്സ്റ്റ് ബർഗ്ലറി ഇൻഷുറൻസ്, കവർച്ച ഇൻഷുറൻസ്. തെഫ്റ്റ് അല്ലെങ്കിൽ ബർഗ്ലറി അല്ലെങ്കിൽ ഹൗസ് ബ്രേക്കിംഗ് എക്സെട്ര കവർച്ച നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കളവ് നടക്കുകയാണെങ്കിൽ, മോഷണം നടക്കുകയാണെങ്കിൽ അതിന് കോമ്പൻസേഷൻ ആവശ്യപ്പെടാൻ വേണ്ടി പറ്റുന്ന ഇൻഷുറൻസ് ആണ് ബർഗ്ലറി ഇൻഷുറൻസ്. നെക്സ്റ്റ് കാറ്റിൽ ഇൻഷുറൻസ്, കന്നുകാലി ഇൻഷുറൻസ്. കന്നുകാലികളെ വളർത്തുന്ന സമയത്ത് ചിലപ്പോൾ കന്നുകാലികൾക്ക് മരണം സംഭവിക്കാം. അങ്ങനെ കന്നുകാലികൾ മരണപ്പെടുമ്പോൾ അതിന് നമുക്ക് കോമ്പൻസേഷൻ ആവശ്യപ്പെടാം കാറ്റിൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെയാണ് ക്രോപ്പ് ഇൻഷുറൻസ്, വിള ഇൻഷുറൻസ്. അഗ്രികൾച്ചറൽ ലോസ് സംഭവിക്കുകയാണെങ്കിൽ, വരൾച്ച കാരണമോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ നമ്മൾ അഗ്രികൾച്ചറിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലോസ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാം. സ്പോർട്സ് ഇൻഷുറൻസ്, സ്പോർട്സ്മാൻമാരെടുക്കുന്ന ഇൻഷുറൻസ് ആണ് സാധാരണയായിട്ട് സ്പോർട്സ് ഇൻഷുറൻസ്. സ്പോർട്സ് ഇക്വിപ്മെൻറ്റ്സിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പേഴ്സണൽ ആക്സിഡൻറ്റ്സ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, സ്പോർട്സ് പേഴ്സണൽ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റാത്ത രീതിയിലുള്ള ആക്സിഡൻറ്റ്സ് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെതിരെയൊക്കെ നമുക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് അമർത്യ സെൻ ശിക്ഷാ യോജന. അപ്പോൾ ഈ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ പാരൻസ് മരണപ്പെടുകയാണെങ്കിലോ പാരൻസിന് പെർമനൻ്റ് ആയിട്ട് ഡിസേബിൾമെൻറ്റ് സംഭവിക്കുകയാണെങ്കിലോ ആ പാരൻസിൻ്റെ കുട്ടികൾക്ക് അവരുടെ എഡ്യൂക്കേഷൻ ആവശ്യമായ തുക ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നമുക്ക് ക്ലെയിം ചെയ്യാം. നെക്സ്റ്റ് രാജേശ്വരി മഹിളാ കല്യാൺ ബീമ യോജന. ഇത് കാര്യമായിട്ട് എടുക്കുന്നത് ഡെത്ത് ഓർ ഡിസേബിൾമെൻറ്റ് ഓഫ് വിമൻ ആണ്. സ്ത്രീകൾ മരണപ്പെടുകയാണെങ്കിലോ സ്ത്രീകൾക്ക് ഡിസേബിൾമെൻറ്റ് സംഭവിക്കുകയാണെങ്കിലോ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇൻഷുറൻസ് ആണ് രാജേശ്വരി മഹിളാ കല്യാൺ ബീമ യോജന. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.